പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ 3 മുന്നണികളുടെയും അവകാശവാദങ്ങളൊക്കെയും ശരിയാവണമെങ്കിൽ ആകെ 140 നിയമസഭാ മണ്ഡലം എന്നത് 240 ആക്കി മാറ്റേണ്ടി വരും. അല്ലാതെ ഈ 3 പേരുടെയും കൂടി അവകാശവാദം ശരിയാക്കിയെടുക്കാൻ കണക്ക് ശരിയാവില്ല. 110 സീറ്റുകളോടെ അധികാരത്തിലേറുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. ഇന്നലെ ഞങ്ങളുടെ ലേഖകൻ അദ്ദേഹത്തോട് ഇനി എങ്ങാനും ജനവിധി എതിരായാൽ പ്രതിപക്ഷ നേതാവാകുമോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയമേ ഉദിക്കുന്നില്ല, കേരളത്തിൽ വിജയത്തിൽ യാതൊരു സംശയവുമില്ല, അത് കഴിഞ്ഞ തവണത്തേക്കാൾ 2021 വലിയ വിജയമായിരിക്കുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷ നേതാവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 100 സീറ്റോടെ UDF വ്യക്തമായ മെജോറിറ്റിയിൽ അധികാരത്തിൽ വരും, അതിൽ യാതൊരു സംശയവുമില്ല. കേരള ജനതയാകെ ഇടതുമുന്നണിയെ തൂത്തെറിയാൻ തയ്യാറായി നിൽക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഇതിലും വലിയ അവകാശവാദമാണ് കഴിഞ്ഞ തവണ 1 സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കണക്കനുസരിച്ച് 55 സീറ്റ്, പരമാവധി പോയാൽ 60 സീറ്റിനുമേൽ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്ക് കിട്ടാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അവിടെ കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്നത്, ബാക്കി സീറ്റുകൾ കിട്ടാൻ പോകുന്നത് BJPക്കായിരിക്കും. അപ്പോൾ BJP ആയിരിക്കും ഇതിനെയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു അവകാശവാദമാണ്. സമാനമായ അവകാശവാദം കഴിഞ്ഞ തവണയും BJPയുടെ അന്നത്തെ പ്രസിഡന്റും ഒക്കെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട്. അവരിങ്ങനെ തന്നെയാണ് പറയേണ്ടതും. തോൽക്കും എന്ന് 100% ഉറപ്പുണ്ടെങ്കിലും വോട്ടെടുപ്പ് കഴിയുന്നതുവരെ തോൽക്കില്ല, ഞങ്ങളെ ജയിക്കൂ എന്ന് ആവർത്തിച്ചു പറഞ്ഞ് സ്വന്തം അണികളെങ്കിലും ആത്മവിശ്വാസത്തിൽ നിർത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്, അവരുടെ കടമയാണ്. അത് അവർ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്കറിയാമല്ലോ ഇതിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്, ആരാണ് പരാജയപ്പെടാൻ പോകുന്നതെന്നൊക്കെ. മഹാഭൂരിപക്ഷം മനുഷ്യരും അവരുടെ മനസ്സിൽ ഒരു വിധി എഴുതിയിട്ടുണ്ട്. ആർക്കനുകൂലമായി ഇത്തവണ വോട്ട് കൊടുക്കണം, ആർക്ക് എതിരായിട്ടായിരിക്കണം തങ്ങളുടെ വിധി എന്നെല്ലാം കുറിച്ചിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയായിരിക്കും വരുന്നത്. ചിലർക്ക് ചിലപ്പോൾ അങ്ങനെ ഏത് പാർട്ടിയുടേതായാലും അന്ധമായ അടിമകളൊക്കെ ഉണ്ട്. അവർ ചിലപ്പോൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഇതൊക്കെ പറയുമ്പോൾ ശരിയായിരിക്കും, കിട്ടും എന്നൊക്കെ വിശ്വസിക്കും. പക്ഷേ സാധാരണക്കാരായ മനുഷ്യർ അവരാണ് തീരുമാനിക്കുന്നത് ആര് ഭരിക്കണം, ആരെ പ്രതിപക്ഷത്തിരുത്തണം, ആർക്കൊക്കെ ഇവിടെ അക്കൗണ്ട് കൊടുക്കണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത്തരം മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്ക് തന്നെയാണ് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ വിലയുള്ളത്. ജനാധിപത്യത്തിൽ അങ്ങനെ അധികാരം ആര് എന്ന് നിശ്ചയിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ അഭിപ്രായമാണ് ന്യൂസ് 18 പൊതുവേദിയും തേടുന്നത്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾ എന്തായാലും LDF ജയിക്കും എന്ന് മാത്രമേ പറയൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്വാഭാവികമായും താങ്കളുടെ രാഷ്ട്രീയ ബോധം വെച്ച് താങ്കൾ അങ്ങനെ മാത്രമേ പറയൂ. പക്ഷേ ഈ പറയുന്നത് പോലൊക്കെ ഈ 100-110 സീറ്റിലേക്കൊക്കെ ജയിക്കാൻ തക്ക ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടോ? കിരൺ സാറേ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. പറയാൻ പിന്നെ സാറ് പറയാൻ വിട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് തിരുവല്ലയിൽ പ്രസംഗിച്ചു, ദേശീയ ജനാധിപത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരും എന്നുള്ളത് പല പ്രാവശ്യം പറഞ്ഞു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറഞ്ഞു അത് വരും എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞാനും തന്നെ ആലോചിച്ചു എങ്ങനെ അത് എന്നുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എങ്കിലും കൂടിയിട്ട് എന്താ വലിയ സഖ്യപ്പോലൊക്കെ ഉണ്ടാവുകയെന്നുള്ളതിലൊക്കെ കരുതുന്നു. പിന്നെ പിണറായിനോട് ചോദിച്ചു. ശ്രീ മുഹമ്മദ്, നമ്മളതൊക്കെ തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും അത് ട്രോളാണെന്ന്. അതുകൊണ്ട് പിന്നെ ഞാനത് ഒഴിവാക്കിയതാണ്. എന്നാലും അത് സാറ് പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ പറയാം. പിന്നെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ ഞങ്ങളെ നേതാവും പറഞ്ഞു ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു, 110 കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ കേരളത്തില് ആഹാരം കഴിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അവരെ എങ്ങനെയാണ് സ്നേഹിച്ചത് ഈ സർക്കാർ 5 വർഷം എങ്ങനെയാന്നുള്ളത് ഇപ്പൊ സാറിന് ഞാൻ പറയാതെ അറിയാം. സാറ് ഏറ്റവും വലിയൊരു പത്രലേഖനവും ഇതിന്റെ ലേഖനവും ഇതൊക്കെയാണ്, എല്ലാം നല്ലതും അറിയാം. ഓരോരുത്തരെ അണുവിടും ഇല്ലാതെ സാറിന് അറിയാം. എങ്കിലും കൂടി ഞാൻ പറയാം, ഇപ്പോഴും 1000 റുപ്യ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ അടുത്ത് കിട്ടി. എന്റെ വീട്ടിൽ 1000 റുപ്യ കിട്ടി. ഇതേപോലെ എല്ലാ വീട്ടിലും കിട്ടി. പിന്നെ പെൻഷൻ ഇപ്പോൾ അവിടെ കൊടുന്നു കൊടുത്തു. പിന്നെ അരി 2 ആഴ്ചക്കുള്ളത് 2 മാസമുള്ളത് ഒന്നിച്ച് കൊടുക്കണേ, വിഷു ഇതൊക്കെ വരികയല്ലേ എന്നുള്ളതും പറഞ്ഞു. പിന്നെ ഈ റോഡ്, ഈ തോട്, ഈ പാലം മുതൽ എല്ലാം ഇവിടെ ഇടതുപക്ഷത്തിന് സാധിക്കുള്ളൂ. സാർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ആ ഒരു വയനാട്ടിലെ ഒരു പെണ്ണിനെ ഇപ്പോ
എനിക്ക് മറ്റേല് മതിയായിരുന്നാണ്ട് ആ 5 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു. അത് കയറ്റി കൊടുക്കാറുണ്ടപ്പോ അതിന്റെ പൈസ പോയിട്ടില്ല എന്നുള്ളതാ വിചാരിച്ചത്. അല്ലാതെ മുഴുവനും പൈസ അയച്ചങ്ങള്. ശരി, അതൊക്കെ പോട്ടെ. ഇപ്പൊ എങ്ങനെ ഈ 110 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി കടന്ന പറച്ചിലായി തോന്നുന്നുണ്ടോ താങ്കൾക്കും? അത് ഞങ്ങൾ സ്ഥിരം പറയുന്നതാണ്, ഞങ്ങൾക്ക് അത് കിട്ടും ഈ പ്രാവശ്യം എന്നുള്ളതാണ്. പക്ഷേ ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ വിശ്വാസം അങ്ങനെ. ശ്രീ കുഞ്ഞഹമ്മദാണ്, കോഴിക്കോട് നിന്നാണ്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഇടതുമുന്നണിക്കായിരിക്കുമോ അതോ UDF ആർക്കായിരിക്കും ഭരണം കിട്ടാൻ സാധ്യതയുള്ളത്? ശ്രീ കുഞ്ഞഹമ്മദ് പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. ഞങ്ങൾ സത്യപ്രതിജ്ഞ തീയതി അടക്കം തീരുമാനിച്ച് വണ്ടിക്കടക്കം ഏൽപ്പിച്ച് കുത്തിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, NM വിജയന്റെ മോള് നാളെ സുൽത്താനും പദ്ധതിയിൽ നിരാകരിക്കാൻ പോകുക. കോൺഗ്രസിന്റെ ചെയ്തികളെ കേരളം കണ്ടോണ്ടിരിക്കുക. നിങ്ങൾ കണ്ടോ? മുണ്ടക്കായി ചൂരലുമായ പൈസ 3.5 കോടിയാണ് വിളിച്ച് 20 കോടി രൂപ DYFI വിളിച്ച്. ഇത് കേരളം കണ്ടോണ്ടിരിക്കുക. കേവല ഭൂരിപക്ഷം നേടി ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരും. നോക്കൂ നിങ്ങൾ, ഇത്ര സുന്ദരമായ ഒരു സ്ഥലം ലോകത്തെവിടെയുള്ള കേരളം അല്ലാണ്ട് നിങ്ങൾ കണ്ടോ? എന്തെല്ലാം സംഗതി അവിടെ പ്രതീക്ഷ. അങ്ങനെ ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും, അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കൂടി നോക്കാം. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു മൂന്നാം ഊഴം പിണറായിക്ക് അല്ലെങ്കിൽ LDF ഉണ്ടാകുമോ അതോ 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന UDF ഭരണത്തിലേക്ക് മടങ്ങി വരുമോ? കേൾക്കാൻ പറഞ്ഞോളൂ. കേൾക്കാം. അതെ, എന്താണ് അതിന് സംശയമുള്ളത്? ആർക്കാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങും തണലുമായിട്ട്, സാധാരണക്കാർക്ക് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു വടവൃക്ഷമല്ലേ പിണറായി വിജയൻ സർക്കാർ? എന്തുകൊണ്ട് പിന്നെ അതിനെ നമ്മൾ വെട്ടിക്കളയണം എന്നാണ് ജനം ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 99 സീറ്റെങ്കിലും മേടിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ മൂന്നാം ഊഴത്തിലേക്ക് വിജയകരമായി പൊങ്ങി വരും. അത് നമ്മൾ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ആസ്വദിക്കണം. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊന്ന് ആലോചിക്കണം. എന്നോട് പറയാനുള്ളത്, ഇവിടെയുള്ള ജാതിമതം ഭേദമന്യേ എല്ലാവരോടും പറയാനുള്ളത്, എത്രയും വേഗം നിങ്ങളുടെ മനസ്സ് മാറ്റി ചിന്തിക്കുകയും ഉണ്ടെങ്കിൽ തന്നെ ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതെന്റെ ഒരു അഭ്യർത്ഥനയാണ്. വളരെ വ്യക്തമാണ്. ശ്രീ പീതാംബരൻ, ശ്രീ KG കുമാറാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കൊട്ടാരക്കരയുടെ മാത്രം ചിത്രമല്ല, കേരളത്തിന്റെ ആകെ ഒരു ചിത്രത്തിൽ ഏത് മുന്നണിക്കാണ് ഇത്തവണ അധികാരം കിട്ടാൻ സാധ്യതയുള്ളത്? എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ 1-2 പ്രാവശ്യം ന്യൂസ് 18 പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇവര് പറയുന്നത് പോലെ രണ്ട് മുന്നണികളും അവകാശപ്പെടുന്ന പോലെ 100-ഉം 110-ഉം ഒന്നും കിട്ടത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇടതു മുന്നണിക്കായിരിക്കും ഭരണം കിട്ടാൻ പോകുന്നത്. മാജിക് നമ്പർ മറികടക്കാൻ അവർക്ക് പറ്റും. ഒരു 75 സീറ്റോളം കിട്ടാനാണ് സാധ്യത. അങ്ങനെയാണ് കാണുന്നത് കാര്യങ്ങൾ. 75 എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഒരു 5 സീറ്റ് മാറിപ്പോയാൽ ചിലപ്പോൾ ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ വരില്ലേ? അല്ല, മിനിമം അങ്ങനെ പറയാൻ പറ്റുമോ? ഒരുത്തർക്ക് ഒരു 80-85 കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം ആ മുന്നണിക്ക് അധികാരം കിട്ടുമെന്നൊക്കെ. 70-75 എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു 500 വോട്ട് മാറിയാൽ തന്നെ മറിയുന്ന മണ്ഡലങ്ങളൊക്കെ ഇല്ലേ? അല്ല, അതാ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിഞ്ഞും വരും. എത്ര ഇതായാലും ഒരു 75, ഏറ്റവും കുറഞ്ഞത് ഒരു 75 സീറ്റ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF അധികാരം കിട്ടാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറ്റങ്ങൾ പലതും നമുക്ക് പറയാൻ കാണും. എന്നിരുന്നാൽ തന്നെയും ഈ മുടങ്ങിക്കിടന്ന പല വലിയ പദ്ധതികളും ചെറിയ പദ്ധതികളും പാലങ്ങളും എല്ലാം ഇവര് പൂർത്തീകരിച്ച്, അതേപോലെ ഇനി പാതിയാക്കി വെച്ചിരിക്കുന്ന പല പരിപാടികളും ഉണ്ട്. ഈ പാതിയാക്കി വെച്ചിരിക്കുന്ന പരിപാടികൾ. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം അടുത്ത തവണ ആര് ഭരിക്കും? നമസ്തേ സാറേ. നമസ്തേ. ഭരിക്കുന്നതിന് എന്തായാലും BJPയുടെ ഒരു സഹായം ഇല്ലാതെ രണ്ടു കൂട്ടർക്കും ഭരിക്കാമെന്ന് തോന്നുന്നില്ല. നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും അവർക്ക് ഭരിക്കാൻ പറ്റില്ല. ഈ 2 തവണ ഭരിച്ചത് നമ്മൾ കണ്ടതല്ലേ. ഈ BJP അങ്ങനെ വന്നു കഴിഞ്ഞാൽ താങ്കൾ പറയുന്ന പോലെ ഇനി ചിലപ്പോൾ അങ്ങനെ വന്നു എന്ന് കരുതുക. ഒരു ഊഹമാണ്. 2 പേർക്കും ഭരിക്കാൻ ഭൂരിപക്ഷമില്ല, ഒരു 67-68 വീതം വരുന്നു, ബാക്കിയുള്ള ഒരു 5-6 സീറ്റ് BJPക്ക് വരുന്നു എന്നൊക്കെ അങ്ങനെ കരുതിയ BJP ഇതിനെ താരെ പിന്തുണയ്ക്കും. അല്ല, BJP പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹായം ഇല്ലാതെ വരുന്നത് ഞങ്ങളങ്ങനെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ലല്ലോ സാറേ. എന്തായാലും കേരളത്തിലെ BJPയുടെ സഹായം മേടിച്ച് കേരളത്തിൽ LDF ഭരിക്കാൻ തയ്യാറാവില്ല, UDF ഭരിക്കാൻ തയ്യാറാവില്ല.
അവർ രണ്ടുപേരും അങ്ങനെ BJP പിന്തുണയിൽ ഭരിക്കാൻ രണ്ടു കൂട്ടരും ഒരു കാരണവശാലും തയ്യാറാവാൻ യാതൊരു വഴിയില്ല. അവസാനം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ട അവസ്ഥയിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് സീറ്റ് കിട്ടി ഇങ്ങനെയൊക്കെ വന്നാൽ. അങ്ങനെ വന്നോട്ടെ. അതിപ്പോ ഞാനിപ്പോ ഏതിന് വോട്ട് ചെയ്ത് നിൽക്കണമെന്ന് ഞാൻ പറയാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം, അങ്ങനെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇവർക്ക് ഈ മൂന്നാമത്തെ താങ്കൾ പറയുന്ന BJPക്ക് അന്നേരം എത്ര സീറ്റ് കിട്ടുമെന്നാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? ഞാനൊരു 10 സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നു. 10 സീറ്റോ? അത് ഏതൊക്കെയാണ് ആ 10 സീറ്റുകൾ? തിരുവനന്തപുരത്ത് തന്നെ 3 സീറ്റ് ഉണ്ട് സാറേ. അത് ഒന്ന് നേമം, ഒന്ന് കഴക്കൂട്ടം, ഒന്ന് വട്ടിയൂർക്കാവ്. 3 ചാത്തന്നൂർ ഒരു സീറ്റ് ഉണ്ട് സാറേ. 4 പിന്നീട് എല്ലാം പറയാം. പറഞ്ഞോളൂ, ആളുകളൊക്കെ അറിയട്ടെ. 4 അവിടെ തന്നെ 4 തൃശ്ശൂര് നമ്മുടെ പഴയ ലീഡറുടെ മകള് ജയിക്കും. പിന്നെ അനീഷ് കുമാർ ജയിക്കും. എവിടെയാണ് അനീഷ്? അവിടുത്തെ പഴയ ജില്ലാ പ്രസിഡന്റ്. മണലൂർ. ഓക്കെ മണലൂർ. അപ്പം 5 1 6. പാലക്കാട് ജയിക്കും. പാലക്കാട് 7. 8ആയോ? ഓക്കെ, എന്നാ 8. അടുത്തത് പിന്നെ 2 ഉണ്ട്. ഒന്ന് നമ്മുടെ ഓർമ്മയിൽ കിട്ടുന്നില്ല സാറേ. ഇത് ഞാൻ മഞ്ചേശ്വരം ആയിരിക്കും. അത് 9 വേണേ നമുക്ക് കൂട്ടാം. അങ്ങനെ അപ്പൊ അത്രയും മതിയല്ലോ സാറേ. ശരി, എന്തായാലും 10 സീറ്റ് ഉറപ്പിച്ച് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് പോലും പറയാൻ പെട്ടെന്ന് കഴിയുന്നില്ല. അല്ല, ഈ 9 സീറ്റോളം ഉണ്ട്. 10 ഞാൻ പറഞ്ഞതിനകത്ത്. ഓക്കെ ശ്രീ വിജയൻ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും ശ്രീകുമാറാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരാനാണ് സാധ്യതയുള്ളത്? കേരളത്തിൽ UDF അധികാരത്തിൽ വരും. 95-100 സീറ്റിലേക്ക് UDF അധികാരത്തിൽ വരും. അത്രയും ഒരു വിജയത്തിനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ഈ ആലപ്പുഴ ജില്ലയൊക്കെ ഇടത് കോട്ടയാണ്. അപ്പൊ ഈ ആലപ്പുഴ ജില്ലയിലേക്ക് ഏതൊക്കെ സീറ്റുകളാണ് താങ്കൾ UDF ഇത്തവണ അധികമായി പിടിച്ചെടുക്കുമെന്ന്? ഹരിപ്പാടല്ലാതെ, ഹരിപ്പാട് നേരത്തെ ഉള്ള സീറ്റാണ്, അല്ലാതെ ഏത് സീറ്റ് പിടിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കായംകുളം, അമ്പലപ്പുഴ, ആലപ്പുഴയൊക്കെ ടൈറ്റ് മത്സരമാണ്. ആലപ്പുഴ AD തോമസ് ജയിക്കാൻ സാധ്യതകളുള്ള അമ്പലപ്പുഴ, ആലപ്പുഴ, കായംകുളം, ഹരിപ്പാട്, അരൂരും ചാൻസ് ഉണ്ട് അല്ലേ? അരൂരും ചാൻസ് ഉണ്ട് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ. അങ്ങനെ 5 സീറ്റുകളില്ലേ? 5 സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ആലപ്പുഴയില്ലേ? ശരി, ഓക്കെ. താങ്കളുടെ വിലയിരുത്തൽ അങ്ങനെ. ശ്രീ വിനോദാണ് എറണാകുളത്ത് നിന്നാണ്. ശ്രീ വിനോദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഏത് മുന്നണി ജയിക്കാനാണ് സാധ്യതയുള്ളത്? LDF. എത്ര സീറ്റ് LDF ലഭിക്കുമെന്നാണ് താങ്കളുടെ ഒരു കണക്കൂട്ടൽ? എന്തായാലും 100 സീറ്റിന് മേലെ കിട്ടും. എത്രയാണ്? 100 സീറ്റിന് മേലെ കിട്ടും. 100 സീറ്റിന് മേലെ കിട്ടും. ഓക്കെ, ശരി. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. LDF അധികാരത്തിലേറും എന്നുള്ളതാണ്. ശ്രീ വിനോദാണ് എറണാകുളത്ത് നിന്ന്. മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടിയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കളൊക്കെ കുറേ കാലമായി രാഷ്ട്രീയം നിരീക്ഷിക്കുകയും പല തെരഞ്ഞെടുപ്പുകൾ കാണുകയും ഒക്കെ ചെയ്ത അനുഭവം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു പൊതു രാഷ്ട്രീയ കാലാവസ്ഥയിൽ താങ്കളുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിച്ചാൽ കേരളത്തിൽ ഏത് മുന്നണിക്ക് അധികാരത്തിൽ വരാനാണ് കൂടുതൽ സാധ്യത? നമസ്കാരം. ഈ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഇന്ന്. കാരണം വോട്ടിന് മാത്രം നടക്കുന്നുള്ളൂ. അതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ചർച്ച ചെയ്യണം. കാരണം ജനങ്ങൾക്ക് ഇന്ന് വീട് കെട്ടണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏത് സർക്കാരാണ് ഏറ്റെടുക്കുന്നത്, ഏത് മുന്നണിയാണ് സാധാരണക്കാർക്ക് ഒപ്പം നിൽക്കുന്നത്, അങ്ങനെ നോക്കിയും കൂടിയാണല്ലോ ആളുകൾ വോട്ട് ചെയ്യുന്നത്. പക്ക പാർട്ടിക്കാർ അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും. അത് കഴിഞ്ഞുള്ള ഒരു 10-25% ഉള്ള ആളുകളുണ്ട്. ആ മനുഷ്യരൊക്കെ സാധാരണക്കാർക്ക് എന്ത് ഗുണമുണ്ടാവും, നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നൊക്കെ നോക്കിയാണല്ലോ വോട്ട് ചെയ്യുന്നത്. സാധാരണക്കാരന്റെ പ്രശ്നം ചർച്ച ചെയ്യുന്നില്ലല്ലോ മൊത്തത്തിൽ ജനങ്ങൾ. കാരണം ഇത് അനൗൺസ്മെന്റ് എന്തെന്നൊക്കെ പറയുന്നത് ശബരിമല അത് ഇതെന്നൊക്കെ പറയുന്നല്ലാണ്ട് സാധാരണക്കാരനിക്ക് ബാധിക്കുന്നില്ലല്ലോ ഈ ശബരിമല വിഷയമൊന്നും. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു 80-82 സീറ്റ് അത്രേ കൂടുതൽ. ഈ പറഞ്ഞ 100 കിട്ടാൻ സാധ്യതയില്ല. കാരണം ടൈറ്റാണ് പ്രശ്നങ്ങൾ പല മേഖലകളിലും. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾ എന്തായാലും LDF വരും എന്ന് തന്നെയായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ 100-110 സീറ്റ് എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കറക്റ്റാണ് സാറേ. മുഖ്യമന്ത്രി അങ്ങനെ ഒന്നും ചാടി കയറി പറയില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും നടപ്പായില്ല. അല്ല, അതൊന്നും പറഞ്ഞില്ല. അതൊന്നും ഞങ്ങൾ ജയിക്കുന്നു പറഞ്ഞ അത്രയാണ്. പിന്നെ ഒരു കാര്യം സാറിന് പറയാനുണ്ട്.
ഇവിടെ ന്യാമത്തിലും പട്ടിക്കാവിലും ന്യാമത്തെ ടിപ്പ് കൊടുക്കാൻ പോലും കോൺഗ്രസിന് ആളില്ല. പട്ടിക്കാവിലും മുകളിൽ പൈസ ആവശ്യം പോലെ വാരി ചെയ്യണം. അവിടെ പാർട്ടിക്കാരില്ല, വേറെ ആളുകളൊന്നാണ് അവിടെ ഇത് ചെയ്യണം. പിന്നെ ഇവിടെ നമ്മളെ തിരുവനന്തപുരം ജില്ലയിലേക്ക് ശിവകുട്ടി ഭൂരിപക്ഷത്തിക്കേക്കും. ഇടതുവശം മുഖ്യമായി 100 സീറ്റിൽ വരും. പിന്നെ ഒരു കാര്യം, വി ഡി സതീശ പ്രദേശഭേദം ആവൂല, അത് ഉറപ്പാണ്. ശരി, മഹിയാണെങ്കിൽ പറഞ്ഞത് ശ്രീ ശിവദാസനാണ്, ബാലരാമപുരത്തു നിന്നാണ്. ശ്രീ ശിവദാസൻ, താങ്കളുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഏതു മുന്നണിക്ക് ഭരണം ലഭിക്കാനാണ് സാധ്യതയുള്ളത്? നമസ്കാരം സാറേ. അതായത് 2026 തെരഞ്ഞെടുപ്പ് 1956 തുടങ്ങിയ തെരഞ്ഞെടുപ്പാണ് 2026 വന്നിട്ടുള്ളത്. നെല്ലിയാൻ കഴിക്കുന്ന ഒരാളിന് പോലും CPM-നോ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ മടിക്കുന്ന ഒരു കാലമാണ്. കാരണം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ SOP എന്ന പ്രസ്താവന, പാവപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടത് CPM-ന് വേണ്ടിയാണ്. ആ CPM രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അഭിമന്യുവിനെ പോലെ വെട്ടി കുരുതി കൊടുത്ത സ്വന്തം അമ്മയെ മലയാളവും തമിഴും പറഞ്ഞ് നമ്മൾ വിധിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു, കണ്ടവരാണ്. ആ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരിക്കുന്ന ഗവൺമെന്റിന് സാക്ഷീതമായ ഒരു താക്കീത് കേരള ജനത കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏത് പാർട്ടി വന്നിരുന്നാലും SOP പുറത്തവരുടെ ആത്മാവിനും അഭിമന്യുവിന്റെ ആത്മാവിനും വില കൽപ്പിക്കാത്ത ഈ CPM രാഷ്ട്രീയത്തിന് ശക്തമായ നടപടി SOPയും DYFI എടുക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു സാറേ. അവർ അധികാരത്തിൽ നിന്ന് പോവും, അവർ സഹായിക്കുന്ന ഒരു അധികാരത്തിൽ വരും. ശ്രീ വിജയനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, കേരളത്തിൽ ഏത് മുന്നണിക്കാണ് ഇപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ വരാൻ സാധ്യതയുള്ളത്? വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും കിട്ടത്തില്ല. അങ്ങനെയാകുമ്പോൾ ഈ 140 പേര് എങ്ങനെയാ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും രണ്ട് മുന്നണിക്കാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നാമത് ഒരുത്തർക്ക് ഒരു 2-3 സീറ്റ് കിട്ടുകയും 69-68 ആയിട്ട് നിൽക്കുക, എങ്ങനെയാണ്? അതോ അതിലും കുറയും? നിങ്ങളിപ്പോ ഏത് പാർട്ടിയെ താങ്ങി പറഞ്ഞാലും ആരെ താങ്ങി പറഞ്ഞാലും ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താവും അവസ്ഥ? അപ്പൊ മൂന്നാമത് വരുന്ന ആരായിരിക്കും? എങ്ങനെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവരെ LDF-നെ മാത്രം ജയിപ്പിക്കണം, അല്ലെ കോൺഗ്രസ് UDF-നെ മാത്രം ജയിപ്പിക്കണം എന്ന് നിങ്ങൾ ചാനലുകാർ തീരുമാനിച്ചാൽ തന്നെ പോരല്ലോ. ഞങ്ങളാരും ജയിപ്പിക്കാനും തീരുമാനിക്കുന്നില്ല, ഞങ്ങളല്ല വോട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വോട്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ചാനലുകൾ നിശ്ചയിക്കുന്നതനുസരിച്ചൊന്നുമല്ല കേരളത്തിലെ ജനം വോട്ട് ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയ ബോധവും അവരുടെ അഭിപ്രായങ്ങളും അനുസരിച്ചാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഹലോ, പറഞ്ഞോളൂ. നമ്മൾ ഈ ചാനൽ അങ്ങോട്ട് തുറന്നു വെച്ച് കഴിഞ്ഞാല് ഈ ചാനലുകാരാണ് തീരുമാനിക്കുന്നത്. ഹലോ, കേൾക്കത്തില്ലല്ലോ? കേൾക്കുന്നുണ്ട് ശ്രീ വിജയൻ. ഞാനതാണ് പറഞ്ഞത്, ചാനലുകൾ വാർത്ത നൽകുന്നതിനപ്പുറത്തേക്ക് ചാനൽ വാർത്ത കണ്ടിട്ടൊന്നുമല്ല കേരളത്തിലെ ജനങ്ങളൊന്നും വോട്ട് ചെയ്യുന്നത്. വാർത്ത തന്നെ അല്ല ഞാൻ പറയുന്നത്, വാർത്ത തന്നെ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാനല് നമ്മളിപ്പോ ഒരു കുറെ ചാനൽ തുറന്നു വെക്കുക, ഓരോ ചാനൽ മാറി നോക്കിയാലും നിങ്ങൾ അങ്ങ് നടത്തുവാണ്. എന്തുവാ പറയുന്നത്, നമ്മള് ഇന്ന പാർട്ടി ജയിച്ചു, ഇന്നവർക്ക് ഇന്ന സീറ്റ്, മറ്റവർക്ക് ആരാണ്ട് വോട്ട് ചെയ്യാൻ ജനങ്ങൾ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ ജനങ്ങൾ പൂട്ടിച്ച വോട്ട് ചെയ്യും. നിങ്ങളൊരു 10,000, 1,000 അല്ലെ 50,000 പേരുടെ ഒരു കേരളത്തിലെ മൊത്തം ഇങ്ങോട്ട് എടുത്തിട്ട് നിങ്ങൾ ഇത്ര വോട്ട് ഇത്ര അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്ന് പറഞ്ഞതല്ലേ കാര്യമുള്ളൂ. വിജയൻ, അത് പോട്ടെ, അത് എന്തേലും ആട്ടെ. എന്തായാലും അതൊന്നും കണ്ടല്ല ജനം വോട്ട് ചെയ്യുന്നത്. ജനത്തിൻ്റെതായ തീരുമാനമുണ്ട്. അല്ലാതെ കേരളത്തിലെ ചാനലുകളോ പത്രങ്ങളോ ഒന്നും ഏതെങ്കിലും തീരുമാനം എടുത്താൽ അതനുസരിച്ച് വോട്ട് ചെയ്യുന്നവരൊന്നും അല്ല കേരളത്തിലെ ജനങ്ങൾ. അതൊക്കെ നമുക്കറിയാം, അത് വിട്ടേ. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ? ആദ്യം പറഞ്ഞല്ലോ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഒരു ആർക്കൊന്നും നമ്പർ കടക്കാതെ കേരളത്തിൽ ഭരണം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, ഇപ്പൊ കണ്ടോണം വരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ UDF-ഉം LDF-ഉം കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ഭരിക്കേണ്ടി വരും. അതെന്തിനാണ് അങ്ങനെ? ഇവിടെ വേറെ മൂന്നാമത് അങ്ങനെ ഭരണത്തിൽ നിന്ന് വെക്കേണ്ട വലിയ ശക്തി ഇവരെ രണ്ടുപേരും വേണ്ടെന്നേ. BJP സീറ്റ് കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും ശരി, ഇവരുടെ കൂടെ കൂടത്തില്ല. ഇതിനകത്ത് ഇപ്പൊ കൂട്ടത്തുമില്ല ശ്രീ വിജയൻ BJP-യെ. വേണ്ടെന്ന് BJP അങ്ങോട്ട് പോകുന്നില്ലല്ലോ. BJPക്ക് ഇവരെ രണ്ടുപേരും കൂടെ കൂട്ടത്തുമില്ല. അവരെ വേണ്ടെന്ന്. വേണ്ടാത്ത സാധനം കൂട്ടിട്ടെന്ത കാര്യം? നമുക്ക് വേണ്ടല്ലോ, BJPക്ക് വേണ്ട. ഓക്കെ, അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ BJP UDF-ന്റെ കൂടെ കൂടുന്ന ആരാണ്? പിന്നെ ജമാഅത്ത് ഇസ്ലാമി അല്ലെ, പിന്നെ CPM-ന്റെ കൂടെ SDPI, അവരുടെ കൂടെ BJP പോയി ചേരുവോ? ഒരു സാമാന്യ ബുദ്ധി പറയരുത് ശ്രീ വിജയൻ. ജമ്മു കാശ്മീരിൽ BJP-യുടെ സഖ്യകക്ഷിയായി ഭരണം നടത്തിയത് ആരാണെന്ന് അറിയാമല്ലോ.
അതങ്ങനെ നടന്ന് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ സാഹചര്യം വരുമ്പോൾ അങ്ങനെ ഇന്ത്യയിലാകമാനം BJPക്ക് അതുവരെ എതിർത്തിരുന്ന മറ്റേതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രീയത്തെ പ്രദാനം ചെയ്യുന്ന സംഘടനകളുമായി ചേരുന്നതിനോ അതുവരെ തീവ്രവാദികളെ നിലപാടെന്ന് വിളിച്ചവരുമായി ചേരുന്നതിനോ ഒന്നും കേരള ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് BJPക്ക് അങ്ങനെ എന്തെങ്കിലും മടിയുണ്ട് നമുക്ക് കരുതാനാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവരെ ആരെയും വേണ്ടെന്ന് പറയുന്നവരുടെ കൂടെ ഇവരുടെ രണ്ട് നീട്ടി സ്വീകരിക്കുന്നില്ലേ ഈ പാർട്ടികളെല്ലാം? ശരി, ഈ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നില്ല ഇവരുടെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചാണ്. അപ്പൊ താങ്കൾ രണ്ടുപേർക്കും ഭൂരിപക്ഷം കിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അവസ്ഥ എന്ന് പറയണ്ടേ? അവസ്ഥ എന്താ? രണ്ടുപേർക്കും നമുക്ക് പിന്നെ മൂന്നാമത് ഒന്നെങ്കിൽ ഇലക്ഷൻ. ഞാൻ അവസ്ഥ പറഞ്ഞല്ലോ, ഇവിടെ സംഭവിക്കാൻ പോകുന്ന UDFും LDFും കൂടി ഭരിക്കാൻ പോവാണ്. അങ്ങനെ എന്തായാലും ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ. കേരളത്തിലുണ്ടാകും. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും അത് ലോജിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കേരളത്തിൽ എന്തായാലും ഇപ്പൊ BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്നൊക്കെ താങ്കൾക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. അങ്ങനെ പ്രതീക്ഷിക്കുക, അതിലൊന്നും യാതൊരു തെറ്റുമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ കേരളത്തിൽ ഇടതുമുന്നണിയും LDFും UDFും ചേർന്ന ഒരു ഭരണം വരും എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു വലിയ ശക്തി വേണം. അങ്ങനെ ഒരു വലിയ ശക്തി കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു ഭരണം ഉണ്ടാവില്ല എന്നത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയും. ഒരു മിനിറ്റ്, അടുത്ത ഇലക്ഷന് കേൾക്കുന്നുണ്ടോ? നമുക്കിപ്പോ തൽക്കാലം 2026 തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രവചിക്കാം. അതിന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് അന്നേരമല്ലേ, അപ്പോൾ ആലോചിക്കാം. അടുത്ത തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിന് NDA ഒറ്റയ്ക്കും ഇന്ത്യ മുന്നണി വേറെ ആയിട്ട് നിന്ന് ഇവിടെ കേരളത്തിൽ പിന്നെ മത്സരം നടക്കും. നമുക്ക് കാണാം. ശരി ശ്രീ വിജയൻ, എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥ എന്തായാലും തൽക്കാലം കേരളത്തിലില്ല. തൽക്കാലം അല്ല, ഉണ്ടാകും. അല്ല, ഭാവിയിൽ ഏതെങ്കിലും കാലത്ത് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. പക്ഷെ എന്തായാലും തൽക്കാലം കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥയിൽ അങ്ങനെ ഒരു LDF UDF യോജിച്ച് നിന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലെ രാഷ്ട്രീയത്തിലില്ല. എന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് ഒന്നുകൂടെ വിളിക്കാം. ഇത് നോട്ട് ചെയ്ത് വെച്ചൊന്നും കാര്യമില്ല, വിളിക്കാൻ ഒരുപാട് കാലതാമസം എടുക്കേണ്ടി വരും. എടുക്കേണ്ടി വരത്തില്ലെന്ന്, നമുക്ക് വിളിക്കാം. ശരി വിജയൻ, നടക്കട്ടെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ സ്ഥിരമായി BJPക്കാരനായിരിക്കുമ്പോൾ തന്നെ LDF അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ആളാണ്. അത് ശരി, സമ്മതിച്ചു. ഈ BJPയുടെ നേതാവ് എന്ന് പറയുന്നത് മോദി പറഞ്ഞത് കേരളത്തിൽ NDA ഭരണം വരുമെന്നാണ്. പക്ഷെ അത് പോട്ടെ, നമുക്ക് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 55 സീറ്റ് 60 സീറ്റിനപ്പുറത്തേക്ക് ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ BJPക്ക് എത്ര സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്? സാർ നമസ്കാരം. നമസ്കാരം. BJPക്ക് എത്ര സീറ്റ് കിട്ടുന്ന അവിടെ നിൽക്കട്ടെ സാർ. കേരളത്തിലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം വെച്ചിട്ട് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന്റെ നേട്ടമോ മറ്റൊന്നുമല്ല. ഞാൻ അന്നേ പറഞ്ഞതാണ്, നിഷ്പക്ഷപാതികളായ വോട്ടർമാർ നോക്കിക്കാണുന്നുണ്ട് ഇവരുടെ ഹാലത്ത്. ഇവരെന്താണ് ചെയ്യുന്നത്, ഇവർ എത്രത്തോളം കടയുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവർ ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഇൻകം എവിടെ കേരളത്തിൽ? ഇത് അതായത് നിഷ്പക്ഷമതികളായ വോട്ടർമാർ വിലയിരുത്തുന്നുണ്ട്. പിന്നെ താങ്കൾ തൊട്ട് മുന്നേ വിളിച്ച പ്രേക്ഷകനോട് പറയുന്നത് കേട്ടു, PDPയെ കൂട്ടി BJP മുന്നണി ഉണ്ടാക്കി. BJP മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. BJPയുടെ നിലപാട് ദേശീയ തലത്തിൽ NDA മുന്നണിയാണ്. അവരുടെ പ്രകടന പത്രിക ഒന്നാണ്. രാജ്യത്തെല്ലായിടത്തും അപ്പപ്പ കാണുന്ന അപ്പ എന്ന് വിളിക്കുന്ന ഒരു മുന്നണിയല്ല NDA. സാറ് പറഞ്ഞു കേരളത്തിൽ ഒരു സാധ്യതയില്ല. എന്നാൽ ഒരു പക്ഷേ ഇന്ത്യ മുന്നണി കേരളം ഭരിക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമല്ല, യാതൊരു ഉളുപ്പും ലജ്ജയും ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. ഇവർ രണ്ടുപേരും. എന്റെ ഒരു സംശയം ഒന്ന്, താങ്കൾ പറഞ്ഞത് ഈ PDPയുമായി മുന്നണി ഉണ്ടാക്കിയെന്നല്ല ഞാൻ പറഞ്ഞത്. PDPയുമായി ചേർന്ന് ഭരിച്ചത് BJP ആണ്. അങ്ങനെ BJPക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ഭരണത്തിന് വേണ്ടി വ്യത്യസ്ത ആശയക്കാരുമായി അതുവരെ എതിർത്തിരുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ചേരുന്നതിന് അങ്ങനെ മടിയൊന്നും ഇല്ല. അധികാരം കിട്ടാൻ വേണ്ടി ആരുമായും ചേരുന്നതിന് മടിയൊന്നുമില്ല. അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ വേറെ വിലയിരുത്തൽ. അത് പോട്ടെ. അപ്പോൾ കാണുന്നവരെ എന്ന് പറഞ്ഞ രീതിയിൽ അപ്പോൾ കാണുന്നവരെ കൂട്ടുപിടിക്കുകയും അധികാരത്തിന് വേണ്ടി കൂട്ടുപിടിക്കുകയും അങ്ങനെ അധികാരം പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു പാർട്ടിയും സമകാലീന രാഷ്ട്രീയത്തിൽ BJP തന്നെയാണ്. അതിലും താങ്കൾ സംശയമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, സാറിനോട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, BJPയുടെ നിലപാട് സാർ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. BJPയുടെ പ്രകടന പത്രിക, NDAയുടെ പ്രകടന പത്രിക, ദേശീയ നിലപാട്, അത് ഏതവനെ കൂട്ടുപിടിച്ചാലും നാളെ CPM-ഉമായിട്ട് കേരളത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കുന്നതിന് BJPക്ക് വഴിയില്ല. പക്ഷെ NDA മുന്നണിയുടെ പ്രകടന പത്രിക മുന്നിൽ നിർത്തും. മനസ്സിലായോ? അതാണ് നിലപാട്. അത് ആർജവമുള്ള നിലപാടാണ്. അതേ സ്ഥാനത്ത് ഭീകരവാദികൾക്കെതിരായിട്ട് അവസാന ശ്വാസത്തിന് പോരാടുന്ന CPM-നെ കൂട്ടുപിടിച്ചാലും ഭരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അവര് നിങ്ങളുടെ കൂടെ കൂടാൻ തയ്യാറാവണ്ടേ? ഇല്ല, ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞ ആര് കൂടും അവരുടെ കൂടെ? അപ്പൊ അതിന് അത്ര ബാലകൃഷ്ണൻ അധികാരത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടുന്നതിന് യാതൊരു മടിയില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വെച്ചത്. അധികാരം മാത്രമാണ് ലക്ഷ്യം. ഗതികേട് കൊണ്ട് അവർ ഇതിൽ നിന്ന് വിട്ടയച്ച് വിടാൻ
നിഷ്പക്ഷതയുള്ള വോട്ടർമാർ അനുവദിക്കില്ല. അവർ തന്നെ വിടണം ഈ കടങ്ങൾ മുഴുവൻ. അവരെ കൊണ്ട് ഭരിപ്പിക്കും. മനസ്സിലായോ? അവരെ കൊണ്ട് ഭരിപ്പിക്കും. അവർ ഈ ഉണ്ടാക്കി വെച്ചത് അവരെ പുറത്ത് തന്നെ വെച്ച് കെട്ടും. നിഷ്പക്ഷത ബി ജെ പി 72, 73, 75 ചോടെ അടുത്ത വർഷത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. ബി ജെ പിക്ക് എത്രയോ കിട്ടട്ടെ. ബി ജെ പി അപ്രസക്തമാണ് ഇന്ത്യ രാജ്യത്ത്. ഇടതുപക്ഷ മുന്നണിയാണല്ലോ ഇന്ത്യ രാജ്യം മുഴുവൻ ഭരിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ലേ? ഇപ്പൊ ഒരു പ്രശ്നം പറയുന്നത് കേട്ടു, 2 മാസം അരി ഉടനെ കൊടുക്കാണ്. 2 മാസം അരി സൗജന്യ അരി കൊടുക്കുന്നത് ആരാ സാർ? ആ ബില്ലെന്ന് പരിശോധിക്കാൻ പറ ആ വിളിച്ച പ്രേക്ഷകനോട്. ആ ബില്ലെന്ന് പരിശോധിക്കാൻ. ഞാൻ അതിന്റെ കണക്കുകളിലേക്കൊക്കെ പോയാൽ വല്ലാതെ ബാലകൃഷ്ണന്റെ രാഷ്ട്രീയം നാറുന്ന അവസ്ഥ വരും. കേരളത്തിന് നൽകേണ്ട തുകയെക്കുറിച്ചും കേരളം അങ്ങോട്ട് കൊടുത്ത തുകയൊക്കെ കണക്ക് കൂട്ടിയാൽ ബാലകൃഷ്ണന്റെ ഈ കണക്കുകളെല്ലാം കൂടെ തെറ്റും. അത് വിട്ടേരെ. അല്ല, കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അവർ കോടതി പോകണം. കോടതിയുണ്ട് ഇവിടെ. ശരി, ഓക്കെ. കോടതിയിലൊക്കെ കേസുണ്ട് ശ്രീ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ സ്ഥിരം പറയുന്നതാണ്. കോടതിയിൽ പോയി മേടിക്കാനല്ലോ കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ ഭരണാധികാരികൾ ഉള്ളത്. അവർ ന്യായമായി തരിക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ അവരുടെ ഔദാര്യമല്ല കേരളത്തിൽ എന്തെങ്കിലും തരുന്നത്. കേരളത്തിന്റെ അവകാശം കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ശരി. ഇമ്മാനുവൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് മുന്നണിയെ സ്വീകരിക്കാനാണ് സാധ്യത? അതായത് നമസ്കാരം ഇരിക്കട്ടെ. അതായത് എനിക്ക് 67 വയസ്സുണ്ട്. ഞാൻ കുറച്ച് ഇലക്ഷൻ അഭിമുഖീകരിച്ചൊരു വ്യക്തിയാണ്. രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ട് സംസാരിക്കാനാണെങ്കിൽ ഈ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ വില എന്താണെന്ന് കേരള ജനത അറിഞ്ഞത്. പിന്നെ ഒരിക്കൽ ഒരു ട്രാൻസ്പോർട്ട് കണ്ടക്ടർ, പുള്ളിയുടെ ഡ്രൈവർ തലവേദന എന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ്പോർട്ടിൽ വന്ന് കയറി ഇരുന്നപ്പോഴാണെന്ന് പറഞ്ഞ് ടിക്കറ്റ് കൊടുക്കാൻ ചെന്ന കണ്ടക്ടർ സാർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പുതുപ്പള്ളി. അപ്പോഴാണ് ഉമ്മൻചാണ്ടി. അയാൾ കൈയും കാലും വിറച്ചു പോയി. ഇതൊക്കെ ഞാനൊരു ഓരോ TV അഭിമുഖത്തിൽ കേട്ടതാണ്. ഞാനൊരു പ്രവാസി, നാട്ടിൽ വന്ന പ്രവാസിയാണ്. പിന്നെ ഈ ഇപ്പം 2 പേരുടെ കാര്യങ്ങൾ 3 പേരുടെ കാര്യങ്ങൾ ഞാനിവിടെ കേട്ടു. ആരോ അധികാരത്തിൽ വരട്ടെ, നമ്മളുടെ ഈ പൊതുജനങ്ങളുടെ തലയിലുള്ള ഈ കടം ഒഴിവാക്കി തരുന്ന ഒരു പാർട്ടി വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കിറ്റക് സാബുവും ശ്രീകണ്ഠൻ നായരുമായിട്ടുള്ളൊരു അഭിമുഖവും ഞാൻ കണ്ടിരുന്നു. അതിലും കിറ്റക് സാബു ശ്രീകണ്ഠനോട് പറയുന്നത് ഇരട്ടച്ചങ്കനായിരുന്നു, പിന്നെ പുള്ളി ആദർശവാദിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെന്ന് കൂട്ടുകൂടിയതും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ പുള്ളിയായിട്ട് കൂടുതൽ അടുത്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പുള്ളിയെ പോലെ ദൂർധടിക്കുന്ന ഒരു വ്യക്തി, ഒരു മുഖ്യമന്ത്രി കേരളത്തിലില്ല. ഒരു ദിവസം താമസിച്ചതിന് 7 ലക്ഷം രൂപ, ഒരു ദിവസം ഭക്ഷണത്തിന് 1 ലക്ഷം എന്നൊക്കെ കേട്ടത്. അതും കേട്ട്. പിന്നെ ആശമാരുടെ സമര സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു. അവര് 9 മാസവും 17 ദിവസവും അവിടെ പന്തൽ കെട്ടി കിടന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാരണം താങ്കളുടെ ഒരു വിലയിരുത്തൽ UDF വരും, അങ്ങനെയല്ലേ? അങ്ങനല്ല. എന്റെ അഭിപ്രായത്തിൽ ഇവര് 10 കൊല്ലം ചെയ്തതിനേക്കാൾ കഴിവുള്ള ഒരു പാർട്ടി UDF വരട്ടെ എന്നാണ് ഞാൻ എന്ന് പറയുന്നത്. LDF, UDF, ഇനി അത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ BJP, അങ്ങനെ 3 ഓപ്ഷൻ തൽക്കാലം NDA. കേരളത്തിൽ പരമാവധി കേന്ദ്രത്തിൽ കക്കൂസ് കെട്ടി കൊടുത്തിട്ട് അധികാരത്തിൽ വന്നതാണ്. BJPയിൽ ഇരിക്കുന്ന MP-മാരിൽ 270 പേരും കോൺഗ്രസ്സുകാരാ. അത് പൈസയുടെ അതെല്ലാം പറയാൻ ഒരുപാട് രാഷ്ട്രീയമുണ്ട്. ഞാൻ ചോദിച്ച കേരളത്തിൽ ഏത് മുന്നണി വരും? കേരളത്തിൽ ഇനി വരുന്നത് UDF ആയിരിക്കും 100%. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദയാനന്ദനാണ് തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദയാനന്ദൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രതിപക്ഷ നേതാവിന്റെ അവകാശവാദത്തിനോ മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തിനോ ഇതിൽ ഏതാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തി പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പിന്നെ ഇനീഷ്യൽ സ്റ്റേജസിൽ ആദ്യമൊക്കെ നമുക്ക് തോന്നിയിരുന്നു UDF-ന് മേൽക്കൈ കിട്ടും. അത് പിന്നെ ഇപ്പൊ ഇതിൽ പലരും സംസാരിക്കുന്നവരെ രാഷ്ട്രീയ ബയസിൽ വെച്ചിട്ട് ഞാൻ കുറെ പേരുടെ അഭിപ്രായം കേട്ടു. ഉള്ളവരാണ്. അങ്ങനെ ഇല്ലാത്തവരുടെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, ആദ്യം UDF-ന് നല്ല മേൽക്കൈ കിട്ടുന്ന പ്രതീക്ഷിച്ചത്. പിന്നെ അവരുടെ സീറ്റ് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നതോടുകൂടി പിന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന കൂട്ടായി. സതീശന്റെ ആ പ്രസ്താവന, അവിടെ ഡീലുണ്ട്, ഇവിടെ ഡീലുണ്ട് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് മിണ്ടാതിരിക്കുന്ന മതിയായിരുന്നു. നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും, അല്ലാതെ ഇത് ആരോ വഹിക്കുന്നു. പിന്നെ BJP ഒരു നിർണായക ശക്തിയായിട്ട് മാറും. അവര് അധികാരത്തിൽ വരുന്ന നേരത്തെ അദ്ദേഹം പറഞ്ഞു 72 സീറ്റൊന്നും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ സെൻട്രൽ കേരള, അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെ 20-20 ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം സെപ്പറേറ്റ് ആയിട്ടാണ് നിന്നത്. ആ 2 വോട്ടും കൂടി ഒന്ന് കൂട്ടിവെച്ച് നോക്കിക്കേ.
അവരൊരു നിർണായക ശക്തിയായിട്ട് മാറും. അപ്പൊ BJP ഇത്തവണ അധികാരത്തിൽ വരുന്നില്ലെങ്കിലും ഒരു ഹങ് പാർലമെന്റ്, ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള നിലയ്ക്കുള്ള ഒരു സ്ട്രെങ്ത് അവരുടെ അടുത്ത് നിന്ന് വന്നുകൂടാന്നൊന്നുമില്ല മിക്കവാറും. കാരണം ജനങ്ങളുടെ ആ തൊട്ടുകൂടായ്മയൊക്കെ പോയി. തിരുവനന്തപുരം, ഇവിടെ തൃപ്പൂണിത്തറ, കുറെ സ്ഥലങ്ങളിൽ, പാലക്കാട്, ഇവിടെയൊക്കെ ആയില്ലേ. അപ്പൊ UDF വിചാരിച്ച മാതിരി എവിടെ തൃപ്പൂണിത്തറ അത് നോക്കണ്ട. അവിടെ BJP ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് അവിടെ അതിൻ്റെതായ ഗുണം BJP ഇവർക്ക് 2020. പിന്നെ അവിടെ ബാബു പിന്മാറിയില്ലോ, അയാൾക്ക് അവിടെ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ആളായിരുന്നു. അതുകൊണ്ട് പലതും UDF ഇത്തവണ ക്ഷീണമായിട്ട് പ്രതീക്ഷിക്കാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹങ് പാർലമെന്റ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്, ഒരു തോക്ക് മന്ത്രിസഭ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത് നമസ്കാരം പറയുന്നു. കേരളൈറ്റ്സ് മലയാളീസ് വിൽ റൂൾ ലെറ്റ് ദി പ്രോസസ് ഗോ ടു പ്രോസസ് ഗോ ത്രൂ പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നു. ഓൾ പാർട്ടീസ് ഷുഡ് ബി വിജിലന്റ് ആസ് ടു മച്ച് ഫ്രാഗ്മെന്റ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കിറ്റ് ആൻഡ് ബാലറ്റ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ NDA വിൽ റൂൾ കേരള എന്ന് പറയുന്നു. അത് കുമാരി പത്മജ പൊന്നമ്പള്ളിൽ ആണ്. മുഹമ്മദ് ഇതെല്ലാം ഇലക്ഷൻ പ്രമാണിച്ച് കൊടുത്തല്ലേ എന്ന് ജയകുമാർ ചോദിക്കുന്നു. നന്ദകുമാർ 5306 പറയുന്നു, ഇലക്ഷൻ കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടുന്നവർ ഭരിക്കട്ടെ, വടവൃക്ഷത്തിൻ്റെ തായ്വേര് ദ്രവിച്ചു പോയില്ലേ എന്ന് ജയകുമാർ ചോദിക്കുന്നു. ഈ സാമ്പത്തിക ഞെരുക്കത്തിലും ഒരുവിധം ഭേദപ്പെട്ട ഭരണം തന്നെയായിരുന്നു, ഒരു കുറ്റം പറയാനില്ല, LDF 3 വരും എന്ന് വിശ്വസിക്കുന്നെന്ന് ശശി ബാലകൃഷ്ണൻ പറയുന്നു. അതോടൊപ്പം തന്നെ വിജയൻ കൊല്ലം വൺസ് മെൻഷൻ ദാറ്റ് ഹി ഡോണ്ട് ലൈക്ക് ഡെമോക്രസി ആൻഡ് സപ്പോർട്ട് ഓട്ടോക്രസി എന്നൊക്കെ ഷിജു കിരിയത്ത് പറയുന്നു. BJPയുടെ പിന്തുണ പ്രതീക്ഷിച്ചു, ആരും പനിക്കേണ്ട എന്ന് പറയുന്നു സുനിൽകുമാർ. BJPയുടെ പിന്തുണയ്ക്ക് ആരാണ് സുനിൽകുമാർ? കേരളത്തിലെ LDF UDF ഒന്നും BJPയുടെ പിന്തുണ ആഗ്രഹിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ. പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരതിനെ സ്വീകരിക്കാനും വഴിയില്ല. മനോജ് കുമാർ പറയുന്നു, അത് ഇടതുപക്ഷത്തിന് വേണ്ടി പ്രൊമോഷൻ വർക്ക് നടത്തിയാലും ഇടതുപക്ഷം ജയിക്കില്ല എന്ന്. ഇവിടെ എവിടെയാണ് മനോജ് അങ്ങനെ ഒരു പ്രൊമോഷൻ വർക്ക് നടത്തിയതെന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ തോന്നുന്നതിനുള്ള അവകാശം താങ്കൾക്കുണ്ട്. വയനാട് ഫണ്ട് തട്ടിപ്പ്, ശബരിമല കൊള്ളക്കാർ രണ്ടും വേണ്ട എന്ന് പ്രമോദ് നാണു പറയുന്നു. വികസനം വേണോ കൊള്ളക്കാർ വേണോ എന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് പ്രബുദ്ധ ജനത തീരുമാനിക്കുമെന്ന് സുനിൽകുമാർ പറയുന്നു. ശിവൻ കാരോളിൽ സ്വർണം കട്ട സഖാക്കളാണെന്ന് മറക്കരുത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും കുറേയേറെ കമൻറ്റുകൾ കൂടിയുണ്ട്. AK കൃഷ്ണൻകുട്ടി പറയുന്നു, 2016 പ്രകടന പത്രികയിൽ നിന്നും 95% നടപ്പാക്കി, 2021 പ്രകടന പത്രികയിൽ നിന്നും 97% നടപ്പാക്കി, LDF 100 സീറ്റ് നേടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. ബാലകൃഷ്ണൻ സത്യത്തിൽ ഏത് പാർട്ടിയാണ് എന്ന് ചോദിക്കുന്നു ശശിധരൻപിള്ള. ബാലകൃഷ്ണൻ BJPക്കാരനാണ് എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പിണറായി വിജയിക്കുമെന്നും LDF ജയിക്കുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരമായ അഭിപ്രായം. അങ്ങനെയാണ്, അത് കൺസിസ്റ്റൻ്റായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്, അതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ സദാശിവൻ നായർ പറയുന്നു, കേരളത്തിലെ 10 വർഷത്തെ അഴിമതി നിറഞ്ഞ ദുർഭരണം കണ്ടുമടുത്ത ജനങ്ങൾ മാറി ചിന്തിക്കും, UDF ഭരണത്തിൽ വരും എന്ന് പറയുന്നു. കിറ്റ് എന്നൊക്കെ അമ്പാടി പറയുന്നു. ഇനി ഇന്നലത്തെ കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു യുവതലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഇനി അധികകാലം തലയിൽ മുണ്ടിട്ട് ബീഫ് ഫെസ്റ്റ് നടത്തി മലയാളികളെ പറ്റിക്കാൻ സാധിക്കില്ല എന്ന് ഡിനു പറയുന്നു. കൃഷ്ണദാസ് പറയുന്നു, കേരളത്തിൽ ഇത്തവണ കണ്ടറിയണം എന്ന് പറയുന്നത് ആർക്കാണെന്ന് മനസ്സിലായില്ല. വോട്ട് ചെയ്യാൻ കേരളത്തിൽ ജനങ്ങൾ കുറഞ്ഞ കാരണം എന്നൊക്കെ പറയുന്നു, എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും അങ്ങനെ കുറേയേറെ എല്ലാ പാർട്ടിക്കാരും സ്വപ്ന ലോകത്തിലാണെന്നാണ് സുബ്രഹ്മണ്യം ജി പറയുന്നത്. എന്തായാലും അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ചിലർ പാർട്ടി നോക്കി അഭിപ്രായം പറയുന്നു, മറ്റു ചിലർ അങ്ങനെയല്ല, നിഷ്പക്ഷമായ അഭിപ്രായം പറയുന്നു. ചിലർ മനഃപൂർവ്വമായി അത്തരം ബോധപൂർവമായ അഭിപ്രായങ്ങൾ സ്വന്തം പാർട്ടിക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം
കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കേരളം ഒരു തെരഞ്ഞെടുപ്പിന്റെ നടുമുറ്റത്ത് നിൽക്കുകയാണ്. ഇനി വിധി എഴുതാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴും വലിയ അവകാശവാദങ്ങളാണ് എല്ലാ മുന്നണികളും ഉന്നയിക്കുന്നത്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരത്താണ് ബാലരാമപുരത്തുനിന്ന്. ശ്രീ ശരത്തിന് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഏത് മുന്നണിയുടെ അവകാശവാദം വോട്ടെണ്ണുമ്പോൾ ശരിയായി വരും? നമസ്കാരം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ അടുത്ത കാലത്ത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സേവന പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ചില വിമർശനങ്ങളൊക്കെ വരുന്നു എന്നുള്ളത് ശരിയല്ല. വീണ്ടും തുടർച്ചയായിട്ട് ഒരു 5 വർഷം കൂടെ അവർക്ക് ഭരിക്കാനുള്ള അവസരം കൊടുത്തുകൂടെ? അപ്പൊ അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ തിരുത്തി വീണ്ടും മുന്നോട്ട് വരാമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വീണ്ടും ഒന്നുകൂടെ വരാമല്ലോ. അതേപോലെ തന്നെ കോൺഗ്രസിനും കുറച്ച് സീറ്റുകൾ ഇവിടെ കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. പക്ഷെ എന്തായാലും BJPക്കും ഇത്തവണ കയറി വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കിട്ടുക. കാരണം കേരളത്തിനകത്ത് ഒത്തിരി ആൾക്കാർ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി തന്നെയാണ് ഭരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് തെറ്റ് പറ്റിയാലും അവരുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും നേതാക്കൾക്ക് അവരുടെ ശൈലിയിലും ഒക്കെ ഒരു മാറ്റം വരുത്തി തുടർച്ചയായിട്ട് ഒരു 15 വർഷം ഭരിച്ചു എന്നുള്ള ഒരു ഇത് വരുമല്ലോ. ഇപ്പൊ 10 വർഷമായല്ലോ. അടുത്തൊരു 5 വർഷം കൂടെ ഒന്ന് ഭരിക്കാനുള്ള ഒരു അവസരം കൊടുക്കാമല്ലോ നമുക്ക്. അത് താങ്കളുടെ ആഗ്രഹം താങ്കൾ പറഞ്ഞോളൂ. അല്ലാതെ കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളാണ് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും അത് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ കാണും, കൊടുക്കണ്ട എന്ന ആഗ്രഹമുള്ളവരും ഒക്കെ കാണില്ലേ? അതുകൊണ്ടാവും ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു ചോദ്യത്തിന്റെ ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതാണ്. കോൺഗ്രസ് കയറി വരാനുള്ള സാധ്യത ഉണ്ടാവും. ശരി. എന്തായാലും ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ആരുടെ അവകാശവാദം ശരിയാവാനാണ് സാധ്യത? നമസ്കാരം കിരൺ സാറേ. നമസ്കാരം. എന്റെ മറുപടി നിങ്ങൾക്കറിയാം. അത് UDF അല്ലാതെ മറ്റാരും വരില്ല. പിന്നെ UDF 100 സീറ്റ് എന്നല്ല, 90-100ന്റെ ഇടയിൽ സീറ്റോടെ കൂടി UDF അധികാരത്തിൽ വരും. ഇപ്പോ മുൻപ് വിളിച്ചൊരു ആള് പറഞ്ഞു കേട്ടിട്ട് സത്യത്തിൽ മനസ്സിൽ ചിരി വന്നേ. ഒരു തെറ്റ് പറ്റിയവർക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അധികാരത്തിൽ തിരഞ്ഞെടുക്കപ്പെടണം എന്നൊക്കെ പറയുമ്പോ ഇനി ആർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാലും ഒരു തെറ്റ് ചെയ്താൽ ഇനി പിന്നീട് ഒരു 5 വർഷം ഓരോ ജയിപ്പിച്ചിട്ട് ഓരോ ശരിയാക്കിയാൽ മതി എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ അബദ്ധമായി അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം. ശരി, അദ്ദേഹത്തിന്റെ പറച്ചില് ആ തരത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞു കണക്കൂട്ടിയാൽ മതി. ഓക്കെ ഞാൻ എന്റെ ഒരു കോഴിക്കോട് എങ്ങനെയാണ്? നിങ്ങൾ കോഴിക്കോട് കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടിയിട്ട് എത്രയോ കൊല്ലമായി. ശങ്കരൻ ജയിച്ചതിന് ശേഷം പിന്നെ കോഴിക്കോട് ആരും കൈപ്പത്തിയിൽ ജയിച്ചിട്ടില്ല. ഇത്തവണ അങ്ങനെ ആരെങ്കിലും ജയിക്കുവോ? ഇവിടെ ജയന്തി ജയിച്ചു കഴിഞ്ഞു. ആരാണ്?
ജയന്ത് കോഴിക്കോട് നോർത്ത് ജയന്ത് ജയിച്ചു. ഓക്കെ, അപ്പൊ ജയന്ത് ജയിക്കും. പിന്നെ വേറെ ആരൊക്കെ ജയിക്കും എന്നാണ് താങ്കളുടെ പ്രതീക്ഷ? ജയന്ത് ജയിക്കും, പിന്നെ വിദ്യാബാലകൃഷ്ണൻ ജയിക്കും, പിന്നെ നമ്മളെ KM അഭിജിത്ത് ജയിക്കും, പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 3 സീറ്റേ ആവുന്നുള്ളൂ. രമേശില്ലേ, KK രമ കഴിഞ്ഞ രമയുടെ 4 സീറ്റ്. 4 സീറ്റ്. പിന്നെ PV അൻവർ റിയാസിനെ മലർത്തിയടിക്കുന്നല്ലേ? എനിക്കറിയില്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മലർത്തിയടിക്കും. എന്താ റിയാസിനെ മലർത്തിയടിച്ച് കഴിഞ്ഞ് ഏകദേശം 5 സീറ്റ് ആടെ തന്നെ ആയില്ലേ? ഇനി എന്താ? അപ്പോഴും 5 ആവുന്നുള്ളൂ. അല്ല, ഈ കോഴിക്കോട് 5 മുതൽ 7 വരെ സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. ശ്രീ അബൂബക്കറാണ്, ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. അബൂബക്കർ താങ്കൾ പറഞ്ഞോളൂ. UDF കേരളത്തിൽ ഭരണത്തിൽ വരത്തില്ല സാറേ. എങ്ങനെയാണ്? UDF അധികാരത്തിൽ വരത്തില്ല. 86 സീറ്റോളം നേടി LDF വരും. പെൻഷനും കൊടുക്കാത്ത 86ന്റെ ഒരു കണക്ക് എന്താണ്? 86 സീറ്റ് LDF ഇപ്പൊ കിട്ടും. അതായത് 86. ഇപ്പൊ ആളുകളൊക്കെ 80, 90 എന്നൊക്കെ പറയാറുണ്ട്. ചില 80 അടുത്തോ അല്ലെങ്കിൽ 90 അടുത്തോ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. 86ന്റെ ഒരു കണക്കെന്താ? 86 ഞങ്ങളൊരു ചെറിയൊരു ചാനൽ പിന്നെ ഇതിന്റെ അനുസരിച്ച് പറയുന്നത് 86, കറക്റ്റ് 86. 84 to 86. 86 സീറ്റോട് കൂടി LDF അധികാരത്തിൽ വരുന്നല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ഒരു ഭരണവിരുദ്ധ കാര്യവും ഇല്ല. സ്വർണം കട്ടവനും വാങ്ങിച്ചവനും എല്ലാം സോണിയാഗാന്ധിയുടെ വീട്ടിൽ 14 പ്രാവശ്യം പോയിട്ടുണ്ട്. 14 പ്രാവശ്യം? അത് എവിടുന്നാണ് ആ കണക്ക് കിട്ടിയത്? 14 പ്രാവശ്യം. ഇന്ന് ഉണ്ടല്ല, ഇന്ന് ഗൗരവ് കുമാർ പിന്നെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ന്യൂസ് 8 പോലുള്ള ചാനൽ പ്രസിദ്ധീകരിക്കണം. KC വേണുഗോപാലിന് 6.5 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയില്ല അത്തരം ആളുകളുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ആരോപണത്തെ കുറിച്ച് ഒന്നും. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇതായിട്ട് പറയല്ലേ, 2 അല്ല, അത് നമുക്കറിയില്ല. അതിനകത്ത് അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെന്നതിനപ്പുറത്തേക്ക് അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് നമുക്ക് ഒരു കേസും കൊടുത്തിട്ടില്ല. KC വേണുഗോപാൽ കേസ് കൊടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ നിയമം വെച്ചിരിക്കും. അതെന്തെങ്കിലുമായിട്ട് അത് പോട്ടെ. അങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ വരും. അതിന്റെ ഒന്നും യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്കറിയാതെ അതിനെക്കുറിച്ച് പറയാനാവില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ താങ്കൾ പറയുന്നത് 86 സീറ്റോട് കൂടി LDF അധികാരത്തിൽ വരും അല്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ അബൂബക്കറാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ പ്രദീപാണ് ബെർമുഡയിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾ ഈ അമേരിക്കയിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കാണുന്നത്? കേരളത്തിൽ താങ്കളുടെ പാർട്ടിക്ക് നേതാവ് പറഞ്ഞത് ഇന്ന് 60 സീറ്റിന് മേളിലൊന്നും ഇവർക്കാർക്കും കിട്ടില്ല, ബാക്കി സീറ്റൊക്കെ BJPക്ക് കിട്ടുമെന്ന മട്ടിലൊക്കെയാണ്. അങ്ങനെ കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? നമസ്കാരം മിസ്റ്റർ കിരൺ. നമസ്കാരം. കോൺഗ്രസ് ഒരു 92 മേലെ പോവും, കമ്മ്യൂണിസ്റ്റ് ഒരു 30-31, ബാക്കിയുള്ളത് BJPക്ക്. അതാണ് ഫാക്ട്. അപ്പൊ 90, 30, 120 വേണമെങ്കിൽ 30-31 എന്നൊക്കെ പറഞ്ഞാൽ 125 വരെ കൂട്ടാം. അപ്പൊ 15 സീറ്റ് BJP കിട്ടുമെന്നാണ് താങ്കൾ പറഞ്ഞത്. നിങ്ങളെ വേണമെങ്കിൽ നോക്കിയാൽ 2 അക്കം കടന്നിരിക്കും BJP. പിന്നെ എനിക്ക് അനാവശ്യമായ ഭരണം പിടിക്കുന്നുള്ള അവകാശവാദമൊന്നുമില്ല. BJPക്ക് എന്തായാലും ശക്തമായ ഒരു താങ്കൾ പ്രതീക്ഷിക്കുന്ന 2 അക്കം കടക്കുമെന്ന് പറയുന്ന 2 അക്കം കടക്കണമെങ്കിൽ മിനിമം 10 സീറ്റ്. അത് ഏതൊക്കെ സീറ്റാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇനിയിപ്പോ ഏതൊക്കെ സീറ്റാണെന്നല്ല, നിങ്ങൾ ഇത്രയും ഷോർട്ടായിട്ട് പറയാം. കാരണം ഒരുപാട് പേരൊക്കെ വിളിക്കാൻ നിൽക്കണേ. നമുക്കൊന്ന് ഒരു BJPക്ക് 10 സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ സീറ്റാണെന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ അയച്ചു തരാം. പിന്നെ ഒരു കാര്യം, പറഞ്ഞോളൂ. അയ്യോ നിൽക്കൂ, എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം പോയിട്ട് കോൺഗ്രസ് വരണം എന്ന് വിചാരിക്കുന്നത്? അല്ല, അതെന്തോ ആയിക്കോട്ടെ. അത് നമുക്ക് പല ഓരോരുത്തർക്കും ചിലര് അവരുടെ താല്പര്യം കൊണ്ട് വോട്ട് ചെയ്യും, ചിലര് അവരെ തോപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യും. അങ്ങനെ പല കാരണങ്ങളാണ്. അതെന്തേലും ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ ഇതിപ്പം ആര് ജയിക്കും, ആര് വരും എന്നുള്ളതല്ലേ ഇന്നത്തെ ടോപ്പിക്. അതെ. അപ്പൊ കോൺഗ്രസ് നോക്കൂ, 92 സീറ്റിന് മേലെയായിട്ട് കോൺഗ്രസ് വരും എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഒരു 270 കോടി രൂപ മുടക്കി കുടുംബസമേതം 25 രാജ്യങ്ങളിൽ കറങ്ങി നടന്ന പിണറായി ഇനിയും സർക്കാർ മന്ത്രിസഭ കേരളത്തിൽ വേണോ എന്ന് മകളെ കൊണ്ട് പറഞ്ഞോട്ടപ്പാ, ഞാൻ പറഞ്ഞോട്ടെ, മകളെ കൊണ്ട് മാസപ്പടി വാങ്ങിച്ച് ഇപ്പോഴും അത് കേസ് കോടതിയിൽ ഇടപെടാനുള്ള കാരണം പ്രദീപ് ഇതുകൊണ്ട് മാത്രമാണ്. പ്രദീപ് എല്ലാ ഘട്ടത്തിലും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ രാഷ്ട്രീയം പറയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പറയാൻ അനുവദിക്കാം. പക്ഷെ താങ്കൾ കൃത്യമായ കണക്കൊക്കെ പറയുന്നത് 222 കോടി 22 രാജ്യം എന്നൊക്കെ പറഞ്ഞ് താങ്കൾ ഇല്ലാത്ത അവിടെ ഇരുന്ന് താങ്കളുടെ തലയിൽ ഇങ്ങനെ പെട്ടെന്ന് തോന്നുകയാണ് ഇങ്ങനെ ഒരു കണക്ക്. ആ കണക്ക് താങ്കൾ വിളിച്ചു പറയുകയാണ്. അപ്പൊ അതെല്ലാം കേട്ടോണ്ട് ഞാൻ
കമ്മ്യൂണിസ്റ്റുകാരന്മാർ വിളിക്കുമ്പോൾ താങ്കൾ വായിക്കാത്ത പഴം വെച്ചിരിക്കും. ഞാൻ വിളിക്കുമ്പോൾ വായിക്കാത്ത പഴമാണോ മറ്റെന്താണ് താങ്കൾ നോക്കേണ്ടത്? അവരാരും വിളിച്ച് ഇതുവരെ ഇങ്ങനെ തെറ്റായ ആരോപണം പറയുന്നില്ല. പ്രദീപ് സ്ഥിരമായി വിളിക്കും. പ്രദീപ് ഈ കണക്ക് എവിടെ നിന്ന് കിട്ടി? ഒറ്റ ചോദ്യം മാത്രം, പ്രദീപ് ഈ കണക്ക് എവിടെ നിന്ന് കിട്ടി പറ? ഏത് കണക്ക്? താങ്കൾ പറഞ്ഞ പിണറായി വിജയനും കുടുംബവും 222 കോടി ചെലവാക്കി 22 രാജ്യത്തിൽ പോയി എന്നുള്ള കണക്ക് എവിടെ നിന്ന്? 25 രാജ്യങ്ങൾ. അത് പബ്ലിക് ഡൊമൈനിലുണ്ട്. താങ്കൾ പബ്ലിക് ഡൊമൈനിൽ എടുത്തിട്ട് ആ 222 കോടിയുടെ കണക്ക് എനിക്കൊന്ന് അയച്ചാ? അല്ല താങ്കൾ വെറുതെ ചുമ്മാ വന്ന് ആരോപണം പറഞ്ഞിട്ട് പോരെ പ്രദീപ്. പൂർത്തിയാക്കാൻ സമ്മതിക്കണം മിസ്റ്റർ. പ്രദീപ് ഇത്രയും കാലം ആരോപണം ഉന്നയിച്ച എല്ലാ ആരോപണവും തെളിയിക്കാൻ ഞാൻ അവസരം പറഞ്ഞു തീർക്കാൻ പോലും സമ്മതിക്കില്ല. അതിനു മുമ്പേ താങ്കൾ വായിക്കാത്ത കൊണ്ട് താങ്കളെ പറയാം ചുമ്മാ ഒരു കള്ളക്കണക്ക് പറഞ്ഞാൽ അതിനെ വേണ്ടി സമയം തരുന്നത് കള്ളക്കണക്കാവും. കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ വിദേശ രാജ്യങ്ങളിൽ പറയട്ടെ മിസ്റ്റർ, താങ്കൾ എന്തിനാ ഇടയ്ക്കാരനെ? 10 വർഷം പിണറായി വിജയൻ വിദേശ രാജ്യങ്ങളിൽ കറങ്ങാൻ വേണ്ടി ഉപയോഗിച്ച പണം ഒന്ന് ആലോചിച്ച് നോക്ക് എത്രയാണ്. താങ്കൾ ആ കണക്ക് എവിടുന്നാ കിട്ടിയെന്ന് പറയും. അത് എവിടെ നിന്ന് കിട്ടണമെന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട്. പോയി താങ്കൾ ഒരു മിനിറ്റ് താങ്കൾ പറയും എത്ര ചെലവാക്കിയ? താങ്കളല്ലേ ഞാനല്ല കണക്ക് പറഞ്ഞത്. 222 കോടി രൂപയുടെ കണക്ക് എവിടുന്നാണ് താങ്കൾ പറയും? താങ്കളോട് 250 കോടിക്ക് മേലെ ഉപയോഗിച്ചാണ് താങ്കൾ പറയാം എത്രയാ? പിന്നെ ഞാനെന്തിനാ പറയുന്നത്? ഞാനാണ് എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചോ? ഞാൻ പൊതുവേദി ഞാനൊരു ജനമല്ലേ, ഞാൻ പറയട്ടെ. ജനമാണ്, പക്ഷേ ജനം എന്ന രീതിയിൽ മാന്യമായ രീതിയിലും അഭിപ്രായം പറയണം. അതിനപ്പുറത്തേക്ക് കള്ളം വിളിച്ചു പറയരുത്. താങ്കൾക്ക് അറിയില്ലല്ലോ, അപ്പൊ താങ്കൾ മിണ്ടാതിരിക്കൂ. എനിക്കറിയാം, എനിക്ക് ഇതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. കേരളത്തിലെ ജനതയ്ക്കൊക്കെ ബോധ്യമുണ്ട്. എന്നാ വലിയ ആങ്കർ, ഏറ്റവും വലിയ ആങ്കറിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആദ്യം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ ഉന്നയിച്ച ആരോപണം എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ആരോപണം ഉണ്ടായത്? അതിന് ഉത്തരം പറ. കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ 100 പേർക്ക് ജോലി കൊടുത്ത ഒരു സംരംഭത്തിന്റെ പേര് പ്രദീപേ, അതൊന്നും അല്ലല്ലോ ചോദ്യം. താങ്കൾ ആദ്യം ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം പറയാമെങ്കിൽ പറയൂ. മിസ്റ്റർ, നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അതാണ് ഈ നാട് നന്നാവേണ്ട കാര്യം, അറിയാമോ? നിങ്ങളെ പോലുള്ള കുറെ മാധ്യമങ്ങളുണ്ടെങ്കിൽ ആ നാട് മുടിഞ്ഞു, അറിയാമോ? ഇന്ന് 18 വയസ്സ് കഴിഞ്ഞ ഒറ്റ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ആ നാട്ടിൽ നിന്ന് താങ്കൾക്ക് വരുമാനം കിട്ടുന്നുള്ളൂ താങ്കൾക്ക് പറയാം. പക്ഷെ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന മലയാളികളാണ്. ഈ നാട് നന്നായി പോകേണ്ടത്, ഈ നാട് നന്നായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ഈ നാട്ടിൽ ജീവിക്കുന്ന മലയാളികളായ ഞങ്ങളുടെയൊക്കെ ആവശ്യമാണ്. പുറത്തു നിൽക്കുന്ന താങ്കൾക്ക് ചിലപ്പോൾ ഈ നാട് മുടിഞ്ഞു പോട്ടെ എന്നൊക്കെ തോന്നും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കഴിയില്ല. അത് താങ്കൾക്ക് തോന്നാത്തോണ്ട് ആശുപത്രി ഇടിഞ്ഞു വീണ ഒരു ആരോഗ്യമന്ത്രി ശ്രീ പ്രദീപ്, ജനങ്ങൾ നോക്കുന്നത് ഒരു 10-15 ആരോപണം ഒരുമിച്ച് ഉന്നയിക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യമേ തുടക്കം മുതൽ ചോദിക്കുന്നുള്ളൂ. താങ്കൾ 250 കോടി രൂപയുടെ കണക്ക് എവിടുന്ന് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഒരു സർക്കാരിനെ മാറ്റി അടുത്ത സർക്കാരിനെ എടുക്കുമ്പോൾ ആ സർക്കാരിന്റെ ഗുണവും ദോഷവും ജനങ്ങൾ വിശകലനം ചെയ്യും. കഴിഞ്ഞ വർഷം അവർ നടത്തിയ അഴിമതികൾ, കഴിഞ്ഞ വർഷം അവർ ചെയ്ത നല്ല കാര്യങ്ങൾ, നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന്റെ വസ്തുതയാണ് ചോദിച്ചത്. അതിന് ഉത്തരം പറയൂ. താങ്കൾ നാളെ വരുമ്പോ എത്രയാണ് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനും സംഘവും 25 രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങിയതിന്റെ ചിലവൊന്ന് കണക്ക് പറ. ഞാൻ മാപ്പ് പറയാം. ഞാൻ ഒന്ന് മാപ്പ് പറയാം. താങ്കളാണ് ഈ വേദിയിൽ വന്ന ആരോപണം ഉന്നയിച്ചത്. 250 കോടി രൂപയ്ക്ക് മേൽ, ആദ്യം 222 പറഞ്ഞത് കൃത്യം ഓർക്കുന്നത്, എന്തായാലും 250 കോടി രൂപയ്ക്ക് മേൽ പിണറായി വിജയനും കുടുംബവും വിദേശ രാജ്യങ്ങൾ പോകാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കണക്ക് എവിടുന്നാണ് എന്നുള്ള ചോദ്യം മാത്രമാണ് എന്റെ. നോക്കൂ, ലാസ്റ്റ് 10 ഇയർ വിദേശ യാത്രകൾക്കായി മന്ത്രിസഭയും പിണറായി വിജയനും കുടുംബസമേതം ചെലവാക്കിയ പൈസയുടെ കണക്കൊന്ന് ചെക്ക് ചെയ്തായി താങ്കൾ കിട്ടുമോ അതില്? പ്രദീപ്, താങ്കൾ ഒന്ന് പറഞ്ഞത് അടിസ്ഥാനപരമായി തെറ്റായ ഒരു കണക്ക്. 2, താങ്കൾ വെറുതെ ഒരു കണക്ക് താങ്കൾ തെറ്റായ വിവരം പ്രചരിപ്പിക്കുകയാണ്. ഈ വിദേശ യാത്രകൾ ഓരോന്ന് പോകുമ്പോഴും ആ വിദേശ യാത്രയ്ക്ക് എത്ര രൂപ ചെലവായി, ഏത് ഫണ്ടിലാണ് ചെലവാക്കിയിരിക്കുന്നത്, അത് എങ്ങനെയൊക്കെയാണ് ചെലവാക്കിയിരിക്കുന്നത് എന്നെല്ലാം വിവരാവകാശം കൊടുത്ത് വാങ്ങിക്കുകയും അതെല്ലാം പത്രങ്ങളിൽ അതാത് സമയത്ത് ചാനലുകളിലും എല്ലാം വരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലാതെ താങ്കളെ പോലെ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞ് പെട്ടെന്ന് ഒരു 250 കോടി രൂപയുടെ കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല നമ്മളാരും. എന്നാ താങ്കളൊന്ന് ഉറക്കെ ഇവിടെ നിന്ന് വിളിച്ച് പറ. ന്യൂസ് 18 ചാനൽ ഇത്തവണ പിണറായി വിജയന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എത്ര രൂപ വാങ്ങി പറ, പരസ്യം കൊടുക്കാൻ? അത് ഞങ്ങളുടെ ചാനൽ ആരുടെയും പണം വാങ്ങിയല്ല ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളപ്പോ ഫ്രീ ആയിട്ടാണോ പരസ്യം കൊടുക്കുന്നത്? പരസ്യം പിന്നെ പൈസ വാങ്ങാതാണോ പരസ്യം കൊടുക്കുന്നത്? പരസ്യം നിങ്ങൾ പരസ്യം ഫ്രീ ആണോ കൊടുക്കുന്നത്? ഞങ്ങൾ പരസ്യം ഫ്രീ അല്ല കൊടുക്കുന്നത്. ഞങ്ങളുടെ ചാനലിൽ പരസ്യം വരുന്നത് ബിജെപിയുടെ പരസ്യം വരുന്നുണ്ട്, കോൺഗ്രസിന്റെ പരസ്യം വരുന്നുണ്ട്, CPM-ന്റെ, LDF-ന്റെ, UDF-ന്റെ, NDA-യുടെ പരസ്യം വരുന്നുണ്ട്. അതെല്ലാ ചാനലും വരും. അറിയാമോ? ഞങ്ങളുടെ നികുതി പണം, ജനങ്ങളുടെ പണം നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾക്ക് പണം എടുത്തല്ല ആരും പാർട്ടികളൊന്നും തരുന്നത്. ആ പാർട്ടി പ്രവർത്തകരാണ് അതിനുവേണ്ടി ഭരണം കൊടുക്കുന്നത്. അല്ലാതെ അമേരിക്കയിലേക്ക് പ്രദീപിന്റെ നികുതി പണം എടുത്തല്ലേ LDF, UDF ഒന്നും ചെയ്യുന്നത്. ഞാൻ ചോദിക്കണം, ഞാൻ പിണറായിയുടെ ഭരണത്തെ കുറ്റം പറയുമ്പോൾ താങ്കൾക്ക് സഹിക്കാത്ത കാര്യം? കള്ളം പറയരുത്.
പച്ചക്കള്ളം വിളിച്ച് പറഞ്ഞാൽ താങ്കൾ കണക്ക് പറയുന്നതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. താങ്കൾ നാളെ കൊണ്ടുവന്ന് കണക്ക് കാണിക്കുക. ഞാനല്ലല്ലോ കണക്ക് വെച്ചത്. കണക്ക് വെച്ച പ്രദീപല്ലേ? പ്രദീപ് കണക്ക് വെക്ക്. ഞാൻ പറഞ്ഞല്ലോ പ്രദീപിന്റെ ഒരു കണക്കില്ല. മറ്റേ ശങ്കരാടി കാണിച്ചതുപോലെ കൈ ഇങ്ങനെ പൊക്കി കാണിക്കും പ്രദീപ്. താങ്കൾ ചുമ്മാ എല്ലാ കാര്യത്തിലും ഇതുവരെ ഒരു ആരോപണങ്ങളും ഞാൻ ഒറ്റ ചോദ്യം തുടക്കം മുതൽ ചോദിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് താങ്കളുടെ കയ്യിൽ കണക്കുണ്ടെങ്കിൽ താങ്കൾ അത് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഈ ചാനലിൽ പ്രസിദ്ധീകരിക്കും. ഉറപ്പ് പറയുകയാണ് 250 കോടി രൂപയുടെ കണക്കൊന്നും അയച്ചാൽ ലോക്കപ്പ് മരണമാണ് പിണറായി വിജയന്റെ. ശരി, താങ്കൾ ഇപ്പോൾ ഒരിടത്ത് ചാടി ഇനി ലോക്കപ്പ് വരണം, ഇനി അടുത്ത കാര്യത്തിൽ. ശരി പ്രദീപ്, താങ്കളെ വെച്ച് സമയം കളയുന്നതിൽ യാതൊരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. പ്രദീപിനെ സംബന്ധിച്ച് ഈ തരത്തിൽ ചോദിക്കാനുള്ള കാരണം പ്രദീപ് നിരന്തരം ഇങ്ങനെയാണ്. അദ്ദേഹം വിളിച്ച് അദ്ദേഹം പെട്ടെന്നൊരു കണക്ക് പറയും. രാഷ്ട്രീയമായി എന്ത് ആരോപണം വേണമെങ്കിലും ഉന്നയിക്കുക, അത് പ്രശ്നമില്ല. പിണറായി വിജയന്റെ കുടുംബസമേതം പോയി അതിനെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുക, തെറ്റില്ല. പക്ഷേ ആധികാരികമായിട്ടാണ് പുള്ളി പറയുന്നത് 25 രാജ്യങ്ങൾ 250 കോടി രൂപ ചെലവഴിച്ചു എന്ന്. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അങ്ങനെ ഏതോ ഒരു കണക്കുണ്ട് 250 കോടി രൂപ ചെലവഴിച്ചു എന്ന്. പിണറായി വിജയൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ അതിൻ്റെ ചെലവിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല, ചൂണ്ടിക്കാണിക്കുകയും വേണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷേ അതിനൊരു കള്ളക്കണക്ക് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് സാമാന്യ രീതിയിൽ യോജിച്ചല്ല. സ്ഥിരമായി അദ്ദേഹം ചെയ്യുന്നവരാണ്. പലപ്പോഴും ഇങ്ങനെയാണ്. ചിലരുടെ കണക്ക് ചോദിക്കുമ്പോൾ അവർ പറയും 6,737,000 എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയായിരിക്കും, 6,737,000 കൃത്യം കണക്കാണല്ലോ എന്നുള്ളത്. 6 ലക്ഷം ഒരു കേൾക്കുന്ന ആളുകളെ മണ്ടന്മാരാക്കുന്ന ഇത്തരം കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ തിരിച്ചു പ്രതികരിക്കേണ്ടി വരും. അത് പ്രദീപ് ഇനി പറഞ്ഞാൽ അതുകൊണ്ടാണ് സമയം കൊടുത്തു തന്നെ പ്രദീപിന് വേണ്ടി ഇത് ചെലവഴിച്ചത്. അത്തരം തെറ്റുകൾ പറഞ്ഞല്ല രാഷ്ട്രീയം പറയേണ്ടത്. രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനെതിരെയായാലും UDF-നെതിരെയായാലും BJP-ക്കെതിരെയായാലും ആരോപണം ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാം. ഇതിന് ശേഷം ഒരു ചെറിയ ഇടവേളയിലേക്ക്. കളിക്കളം റെഡി. വളരെ വേഗത്തിൽ നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. SDP വർഗീയ പാർട്ടിയെ കണ്ടെതിർത്ത് തമിഴ്നാട്ടിൽ അവരുടെ പിന്തുണ. ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നവരുടെ രാഷ്ട്രീയം ആദർശത്തെക്കാൾ അവസരവാദത്തിനാണ്. കേരളത്തിലും ഈ സാഹചര്യം വരും എന്ന് എപ്പിക് എക്സ് പറയുന്നു. ജയകുമാർ അമേരിക്കയിൽ നിന്ന് നോക്കിയപ്പോൾ പ്രദീപിന് കേരളം കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ജയൻ ചേട്ടാ, നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞിട്ടും പ്രദീപിനോട് വഴക്കോ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. SDP അത് ഒരേ കമൻറ്റ് തന്നെ വീണ്ടും ഇട്ടിരിക്കുകയാണ്. പ്രദീപ് പറയട്ടെ, എല്ലാവർക്കും എല്ലാം സത്യമാകില്ലല്ലോ എന്ന് സുനിൽകുമാർ പറയുന്നു. ശബരിമല സ്വർണ്ണമോഷണം നടത്തിയത് കോൺഗ്രസും അല്ല, LDF-ഉം അല്ല, അമ്പലവും പോയി ബന്ധപ്പെട്ട പോറ്റിമാർ തന്നെയാണ് കളവ് നടത്തിയത് എന്ന് പ്രകാശ് പറയുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും അത്തരം കണക്കൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മോദി ലോകം കറങ്ങിയതിൻ്റെ കണക്ക് പറയും പ്രദീപെ, ഓട്ടച്ചാക്കും ദ്വാരം വീണ ബുദ്ധിയുമായി വരാതെ എന്ന് ഷിവിജ ഭാസ്കരൻ പറയുന്നു. പ്രദീപ് സ്റ്റേറ്റ്മെൻറ്റ് ഹാവ് നോ ക്രെഡിബിലിറ്റി എന്ന് ഷിജു കിരിയത്ത് പറയുന്നു. ആവർത്തിച്ച് പ്രദീപ് അങ്ങനെയാണ്. പ്രദീപ് കണക്ക് പറഞ്ഞു കളയും, പെട്ടെന്ന് നിന്ന് ഒരു കണക്കങ്ങ് പറയും. ഏതെങ്കിലും ഒരാൾക്ക് അതിൽ ആരോപണം ഉന്നയിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഈ കണക്ക് പറയുന്നെങ്കിൽ ആ കണക്കിൽ എവിടെന്നെങ്കിലും ഒരു വസ്തുതയുടെ ഒരു ബലം വേണം. അല്ലാതെ 250 കോടി എന്നൊക്കെ പറയുന്ന കണക്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ കുറേയേറെ ഇതിനകത്ത് കൂടി കിടക്കുന്നുണ്ട്. പ്രദീപ് ED ആണ് കണക്ക് കൊടു എന്ന് പറയുന്നു. എന്തായാലും അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കേരളത്തിൽ ആര് ഭരണം വരും എന്നതിനെക്കുറിച്ചുള്ള പൊതുവേദി പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം LDF വരും എന്നുള്ളതായിരുന്നു. തൊട്ടു പിന്നാലെ UDF വരും എന്ന് അഭിപ്രായം പറഞ്ഞ നിരവധി പ്രേക്ഷകരുമുണ്ട്. എന്തായാലും BJP അധികാരത്തിൽ വരും എന്ന രീതിയിലേക്ക് പൊതുവേദിയുടെ പ്രേക്ഷകരാരും തൽക്കാലം അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവരൊക്കെയും പക്ഷേ BJP നിർണായക ശക്തിയാവും എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ചില BJP പ്രവർത്തകരൊക്കെ പറയുന്നത് ഞങ്ങൾ BJP ആണെങ്കിലും അത് LDF ആയിരിക്കും അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ
ഈ പൊതുവേദിയിൽ വിളിച്ച പ്രേക്ഷകർ മാത്രമല്ല വിധി എഴുതുന്നത്, എത്രയോ ആളുകളാണ്. അതൊരു ചെറിയ സാമ്പിൾ മാത്രമാണ് എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. ആ സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ അതുതന്നെയാണോ ലാർജർ പിക്ചർ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പ്രേക്ഷകരുടെ അഭിപ്രായം അങ്ങനെയൊക്കെയാണ്. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഓരോ അഭിപ്രായ പ്രകടനങ്ങളും. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി.